നമ്മളിപ്പോൾ എട്ടുകാലി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന രൂപം ഇതാണ്. കാരണം വളരെ കോമൺ ആയിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംമാതിരി കണ്ടുവരുന്ന ഒരു വലിയ എട്ടുകാലിയാണിത്. ഇതിനിപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് പാത്രം കഴുകുന്ന സിങ്കിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഈ സിങ്ക് വളരെ മിനുസമുള്ളതായതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ കാല് പിടിക്കണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നനഞ്ഞിട്ടുമുണ്ട്, നല്ല ടയേർഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതിനെ ഈ ഒരു ഇൻസെക്ട് ക്യാച്ചറിൻ്റെ ഉള്ളിൽ കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിനെ വളരെ ക്ലോസ് ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ പല ബോഡി പാർട്സും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പൈഡേഴ്സിൻ്റെ ജനറൽ ആയിട്ടുള്ള ബോഡി പാർട്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആദ്യം തന്നെ പറയാം. ലോകമെമ്പാടും ട്രോപ്പിക്കൽ റീജിയൻസിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു സ്പൈഡറാണിത്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പിന്നെ പല ആഫ്രിക്കയിലെ തന്നെ പല പാർട്ടുകൾ. ഇത് സൗത്തേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കരീബിയൻ ഐലൻഡ്സിലും ഉൾപ്പെടെ ഒരുപാട് സബ് ട്രോപ്പിക്കൽ ഏരിയാസിലും വളരെ കോമൺ ആണ്. ഇതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളുകളിലൊക്കെ ഇഷ്ടംമാതിരി കാണുന്നുണ്ട്. പിന്നെ മരത്തടികളിൽ, കരിമ്പും കാട്ടിൽ, പൂന്തോട്ടങ്ങളിൽ എല്ലായിടത്തും തന്നെ ഇത് വളരെ ഒരു കോമൺ നെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇത് കോമൺ ഹൗസ് സ്പൈഡർ ആണ്. വളരെ കോമൺ ആയിട്ട് കാണുന്ന, വീട്ടിൽ കാണുന്ന ഒരു സ്പൈഡർ. പിന്നെ കെയിൻ സ്പൈഡർ, ജയൻറ്റ് ക്രാബ് സ്പൈഡർ, പാൻട്രോപ്പിക്കൽ ഹൺസ്മാൻ സ്പൈഡർ എന്നിങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അരാച്നിഡ ക്ലാസ്സിൽ പെടുന്ന സ്പെരാസിഡെ ഫാമിലിയിലുള്ള, അതായത് ഹൺസ്മാൻ സ്പൈഡേഴ്സിൻ്റെ ഫാമിലിയിലുള്ള ടെറപ്പോഡ വെനറ്റോറിയ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണിത്. ഇതിന് പേരിട്ടേക്കുന്നത് ലിനേസ് ആണ്. 1767 പേരിട്ടേക്കുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ ചെലിസറെ എന്ന് പറഞ്ഞ ഈ സ്പൈഡറിൻ്റെ ഒരു മൗത്ത് പാർട്ട്, ബോഡി പാർട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ ചിലന്തികൾ ഇരയെ പാരലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു വെനം ഇഞ്ചെക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മൗത്ത് പാർട്ടാണ്. അപ്പോൾ അത് ആ കണ്ണിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ കൈ പോലെ ഇരിക്കുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ആണ്. അതിൻ്റെ എൻ്റെ ഈ തേളിൻ്റെ ഒക്കെ വാലിൻ്റെ അറ്റം പോലെ നല്ല കറുത്ത് നല്ല ഷാർപ്പായിട്ടിരിക്കും. അതിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ഒരു നീണ്ട കൈ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു കാലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേര് പാഡിപ്പാൾപ്സ് എന്നാണ്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇത് മൊത്തത്തിൽ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആ പാർട്ട് ശരിക്കും പറഞ്ഞാൽ തുടയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റുപാടുള്ള എൻവയോൺമെൻറ്റ് സെൻസ് ചെയ്യാനും ഫുഡ് മാനിപ്പുലേറ്റ് ചെയ്യാനും പിന്നെ ഇരയെ പിടിക്കാനും, അതായത് നമ്മുടെ കൈ കൊണ്ടൊക്കെ ഹോൾഡ് ചെയ്യുന്ന പോലെ പിടിക്കാനും, മെയിൽസ് ആണെങ്കിൽ ഈ സ്പേംസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പാഡിപ്പാൽപ്സ് ആണ്. ഇനി സ്പീഷീസിൻ്റെ ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഇതൊരു 22 to 28 mm വരെയും വലുതാവുന്ന ഒരു സ്പൈഡറാണ്. ഈ പറഞ്ഞത് ഇതിൻ്റെ കാലുകൾ കൂട്ടാതെയുള്ള ഒരു ലെങ്ത് ആണ്. ഇനി കാലുകളും കൂടെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 to 10 cm വരും. ക്രീമും ടാനും മാർക്കിങ്സ് ഉള്ള ഫ്ലാറ്റ് ബ്രൗൺ ബോഡിയാണ് ഇതിനുള്ളത്. കാലുകൾ മുഴുവനും രോമം കവേർഡ് ആയിരിക്കും. ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോളർ ആണ്. അതായത് വീട്ടിലുള്ള പാറ്റ, പല്ലി, വേറെ ഇൻസെക്റ്റുകളൊക്കെയാണ് ഇതിൻ്റെ ഭക്ഷണമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിലും വീട്ടിലും ഒക്കെ തന്നെ പെസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് നല്ലൊരു സ്പീഷീസ് ആണ്. നമ്മളെ ഇൻസെക്ട് ക്യാച്ചർ ഒരു ഇലയുടെ മുകളിൽ വെച്ച്, നമ്മുടെ ആനച്ചേമ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിനെ തുറന്നു വിടാൻ പോവുകയാണ്. ഇത് വളരെ കോമണും വൈഡ് സ്പ്രെഡും ആയതുകൊണ്ട് തന്നെ ഇത് IUCN സ്റ്റാറ്റസിലൊന്നും തന്നെ കൺസേൺഡ് സ്പീഷീസ് അല്ല. പിന്നെ ഇവരുടെ പേര് പോലെ തന്നെ ഇത് ഹണ്ട് ചെയ്താണ് ഇരയെ പിടിക്കുന്നത്. ഇവ വല നെയ്ത് ഇരയെ പിടിക്കുന്ന ചിലന്തികളിൽ പെടില്ല. ഇരയെ പിടിച്ചതിന് ശേഷം വെനം ഇഞ്ചെക്ട് ചെയ്ത് ഇമ്മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യും. പിന്നെ ഇതിനെ പിടിക്കാൻ വേണ്ട പ്രെഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇതിൻ്റെ സ്പീഡ് കാരണമാണ്. ഇതിൻ്റെ സ്പീഡ് വെച്ചിട്ട് ഓടി ഇത് ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസിൽ കയറിയിരിക്കും. പിന്നെ ഇത് ചെറിയ പൊത്തിൻ്റെയും വിടവുകളുടെയും ഒക്കെ ഇടയിൽ കയറിയിരുന്ന് ഇത് രക്ഷപ്പെടും. ഇതിൻ്റെ ഒരു ലിവിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ഇത് വാം ഹ്യൂമിഡ് എൻവയോൺമെൻറ്റ്സിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇത് പ്രിഫർ ചെയ്യുന്നത് ഡാർക്ക് ആയിട്ടുള്ള, അതായത് ഇരുട്ടത്ത് ഉള്ള ഷെൽട്ടേഡ് സ്പേസസിലാണ്. ഷെൽട്ടേഡ് സ്പേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചറിൻ്റെ ഒക്കെ പുറകിൽ, പിന്നെ ഈ പൊളിഞ്ഞു കിടക്കുന്ന മരത്തൊരിയുടെ ഒക്കെ ഉള്ളിൽ, അതുപോലെയൊക്കെയുള്ള ഇരുട്ടടഞ്ഞ ഏരിയയിൽ. പൊതുവേ ഇത് രാത്രികളിലാണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ചിലന്തികളെ പോലെ തന്നെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈഡർലിങ്സ് അത് വളർന്ന് അഡൽട്സ് ആവും. അപ്പോൾ മുട്ടയിടുന്ന ഒരു കാലമാകുമ്പോഴേക്കും ഇതിൻ്റെ ഫീമെയിൽസിൻ്റെ താഴെയായിട്ട് ഒരു ഡിസ്ക് ഷേപ്ഡ്, ഒരു വൈറ്റ് ഡിസ്ക് ഷേപ്പിലുള്ള എഗ് സാക്സ് കാണും. ആ ചാക്കുകളിലാണ് ആക്ച്വലി ഇത് മുട്ടകൾ സൂക്ഷിക്കുന്നത്. ഇത് ഒരു 100 to 400 മുട്ടകൾ വരെയും ഇത് ആ ചാക്കിൽ സൂക്ഷിക്കും. ഈ ഫീമെയിൽസ് നടക്കുന്നത് ഈ സാക്സ് ക്യാരി ചെയ്താണ്. മുട്ടകൾ വിരിയുന്നതും ഈ സാക്സിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ്. ലൈഫ് സ്പാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൽസിൻ്റേത് ഒരു 1.5 വർഷവും ഫീമെയിൽസിൻ്റേത് ഒരു മാക്സിമം 2 വർഷത്തിനടുത്ത്, അതുവരെ എത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലും വലിയ കിളികളും ഇഴജന്തുക്കളൊക്കെയാണ് ഇതിനെ ഭക്ഷണമാക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു മെഡിസിനൽ റിലവൻസ് പറയുകയാണെങ്കിൽ ട്രഡീഷണൽ മെഡിസിൻസിൽ ഇതിനെ ഒരിക്കലും യൂസ് ചെയ്യാറേ ഇല്ല. പിന്നെ ഇതിൻ്റെ വെനം ന്യൂറോടോക്സിൻ റിസർച്ചസിൽ യൂസ് ചെയ്യാറുണ്ട് എന്ന് പല റെഫറൻസുകളും ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഏഷ്യയുടെ പല പാർട്ടുകളിലും പിന്നെ ഹവായി ഏരിയാസിലും ഇതിൻ്റെ പാറ്റയെ പിടിക്കാനുള്ള സ്കില്ല് കാരണം ബെനിഫിഷ്യൽ ഹൗസ് ഗസ്റ്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇത് ജനറലി ഒരു നോൺ അഗ്രസീവ് സ്പൈഡർ ആണ്. പക്ഷേ ഇതിൻ്റെ സൈസ് കാരണം കൊണ്ട് തന്നെ ഇതിനെ പേടിച്ച് ഇതിനെ കൊല്ലാറുണ്ട്. അപ്പോൾ പറയപ്പെടുന്നത് പല ലോക്കൽ നാടോടി കഥകളിലും ഇത് സ്റ്റെൽത്ത്, സ്പീഡ്, നൊക്ടേണൽ വിജിലൻസിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടാണ്. ഏത് കൾച്ചേഴ്സിലെ നാടോടി കഥകളിലാണ് ഇങ്ങനെ ഉള്ളത് എന്ന് വലിയ അറിവില്ല. പിന്നെ ഈ ഇലയിൽ ഇങ്ങനെ ഇതിനെ കാണുമ്പോൾ നല്ല കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ടെറർ ലുക്കൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആണെന്നും കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.